നമസ്തേ. വാർത്താ സായാഹ്നത്തിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. അറബിക്കടലിലെ കപ്പൽ അപകടം പ്രത്യേക ദുരന്തം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. കൊല്ലത്ത് കണ്ടെയ്നർ തീ പിടിച്ചതിൽ സുരക്ഷാ വീഴ്ച. കനത്ത മഴ തുടരും. 8 ജില്ലകളിൽ റെഡ് അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം അതിതീവ്രമായി. വിലങ്ങാട് പുഴയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്നു. കുമളിക്ക് സമീപം ലോറിക്ക് മുകളിൽ മരം വീണ് യുവാവിന് ദാരുണാന്ത്യം. അനധികൃത ഫ്ലക്സിൽ സർക്കാരിനെ കുടഞ്ഞ് ഹൈക്കോടതി. ബോർഡ് വെക്കുന്നതല്ല നവകേരളം. സാഹചര്യങ്ങൾ നിരാശാജനകം. ബോർഡുകൾ വേണ്ടെന്ന് പറയാൻ സർക്കാരിന് കഴിയുമോ എന്നും കോടതിയുടെ ചോദ്യം. മനുഷ്യന് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടാനുള്ള സംസ്ഥാനത്തിന്റെ തീരുമാനം ഇരട്ടത്താപ്പെന്ന് BJP. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന പല പദ്ധതികളും സംസ്ഥാനം നടപ്പാക്കുന്നില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ. നിയമനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇരട്ട നീതി. വനിതാ വികസന കോർപ്പറേഷനിൽ MDക്ക് പുനർനിയമനം. CPM നേതാവ് PK ചന്ദ്രാനന്ദന്റെ മകൾ VC ബിന്ദുവിന് അതേ ഇരിപ്പിടം. കോടിയേരിയുടെ ഭാര്യാ സഹോദരൻ കെൽപ്പാം പടിക്ക് പുറത്ത്. ജനം ബ്രേക്കിംഗ്. മമതാ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി. കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കാത്തതിൽ വിമർശനം. ബംഗാൾ സർക്കാർ അഴിമതിയിൽ മുങ്ങി. നരേന്ദ്രമോദിയുടെ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് തുടക്കം. പട്ടാപ്പകൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. സംഭവം കോഴിക്കോട് ബീച്ചിൽ. 7 വയസ്സുകാരനെ രക്ഷിച്ചത് ഒപ്പം കളിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാർ. 2 നാടോടികൾ പോലീസ് കസ്റ്റഡിയിൽ. IPL-ൽ ആദ്യ ക്വാളിഫയർ ഇന്ന്. പഞ്ചാബ് ബംഗളൂരുവിനെ നേരിടും. മത്സരം രാത്രി 7:30 മുതൽ. കൊല്ലം ശക്തികുളങ്ങരയിൽ കണ്ടെയ്നർ തീപിടിച്ചതിൽ സുരക്ഷാ വീഴ്ച. അപകട സാധ്യത ഉണ്ടെന്നറിഞ്ഞിട്ടും ഗ്യാസ് കട്ടർ ഉപയോഗിച്ചു. കണ്ടെയ്നർ മുറിച്ചു മാറ്റുന്നത് ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാതെയെന്നും ആരോപണം. അപകട സാധ്യത ഉള്ളതിനാൽ ഇനി മുറിച്ചു നീക്കേണ്ടയെന്ന് അധികൃതർ തീരുമാനിച്ചു. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് M. മനോജ് ചേരുന്നു. മനോജ്, വലിയ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. രാസവസ്തുക്കൾ അടക്കമുള്ള കണ്ടെയ്നറുകളാണ് ഈ കടലിലൂടെ ഒഴുകി നടക്കുന്നത്. അത് അശ്രദ്ധമായി കൈകാര്യം ചെയ്തത് ആരാണ്? ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനമുണ്ടായത്? മനോജ്. നീലിമ, ഈ കരയ്ക്കടിഞ്ഞ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ ഇത് പൊളിച്ച് നീക്കം ചെയ്യാനുള്ള അനുമതി കസ്റ്റംസ് നൽകിയിരുന്നു. ഇതിനോടനുബന്ധിച്ചാണ് ഈ കണ്ടെയ്നറുകൾ പൊളിച്ചു നീക്കിയത്. ഈ പൊളിച്ചു നീക്കുന്ന സമയത്ത് തന്നെ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചതാണ് ഇത്തരത്തിൽ തീ പടരാനുള്ള കാരണമെന്ന് വ്യക്തമാവുന്നുണ്ട്. ഇതിൽ കാറ്റിന്റെ വളരെയധികം സാധ്യത, അതായത് ഈ കാറ്റ് അങ്ങനെ വീശുന്ന സമയത്താണ് ഗ്യാസ് കട്ടർ ഉപയോഗിച്ചിട്ടുള്ളത്. ഗ്യാസ് കട്ടർ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും തീ പടർന്നു പിടിക്കുവാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ തീ പടർന്നതും വലിയ രീതിയിൽ പുക ഉയർന്നതും. ഇത് ജനങ്ങളെയൊക്കെ തന്നെ വലിയ ആശങ്കയിൽ ആഴ്ത്തിയിരുന്നു. എന്തായാലും മുൻപരിചയത്തോടു കൂടി കൃത്യമായ രീതിയിൽ പൊളിച്ച് നീക്കണം, മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എടുക്കണമെന്നായിരുന്നു, മുൻകരുതലുകൾ എടുക്കണമെന്നായിരുന്നു നിർദ്ദേശം. അതേസമയം തന്നെ ഇത്തരത്തിലൊരു അപകട സാധ്യത ഉണ്ടായിരുന്നിട്ടും തീ പടരുന്ന ഒരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ഗ്യാസ് കട്ടർ പോലുള്ള ഉപകരണങ്ങൾ അത് തീ പടരാനുള്ള സാധ്യത
ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ അധികൃതർ വന്ന് പരിശോധന നടത്തിയിരുന്നു. കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തിയിരുന്നു. ഇതിൽ പരിശോധിച്ച സമയത്ത് ഈ കണ്ടെയ്നറിന് ഉള്ളിലുള്ള ഈ ഒരു സുരക്ഷാ കവചമുണ്ട്, അതായത് തെർമോകോളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു കവചമാണ് മുഴുവനായും കത്തിപ്പോയിട്ടുള്ളത്. ഇതിൽ ഇനി മുതൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അടക്കം നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശം. കാരണം ഇനിയും കട്ട് ചെയ്യുകയാണെങ്കിൽ അത് മറ്റ് അപകടങ്ങളിലേക്ക് മനോജ്, വലിയ അനാസ്ഥയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അറബിക്കടലിൽ ചരക്ക് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ ഉണ്ടോയെന്നറിയാൻ സോണാർ സെൻസർ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തും. എണ്ണപ്പാട തടയുന്നതിന് ഓയിൽ ബൂമുകൾ സജ്ജമാക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിന് നിർദ്ദേശം നൽകി. കടലിൽ കണ്ടെയ്നറുകൾ വീണതിനെ തുടർന്ന് 2 തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് പ്രധാനമായും കേരളം നേരിടുന്നത്. എണ്ണപ്പാട കടലിൽ കലരുമോ എന്ന ആശങ്ക. 2, തീരപ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് തരികൾ ഉയർത്തുന്ന ഭീഷണി. ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന വിദഗ്ധരുടെ യോഗം ഇക്കാര്യത്തിൽ അടിയന്തര നടപടിയെടുക്കാൻ തീരുമാനിച്ചു. എണ്ണപ്പാട തടയുന്നതിന് ഓയിൽ ബൂമുകൾ സജ്ജമാക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിന് നിർദ്ദേശം നൽകി. കണ്ടെയ്നറുകൾ തകർന്ന് തീരങ്ങളിൽ അടിഞ്ഞുകൂടിയ പോളി എത്തലീൻ തരികൾ നീക്കുന്ന ജോലികൾ ആരംഭിച്ചു. ഹരിതകർമ്മസേന, സന്നദ്ധ സംഘടനകൾ എന്നിവരെ ഉപയോഗിച്ചാണ് മണ്ണിൽ കലർന്ന പ്ലാസ്റ്റിക് തരികൾ നീക്കുന്നത്. തുമ്പ തീരത്തെ ക്ലീനിംഗ് ജോലികൾ വിലയിരുത്തുന്നതിനായി മന്ത്രി കെ രാജനും ജില്ലാ കളക്ടറും എത്തിയിരുന്നു. കപ്പലിൽ നിന്നുണ്ടായിട്ടുള്ള വെരി ലോ സൾഫർ ഓയിൽ കടലിന്റെ ഏതെങ്കിലും തരത്തിലുള്ള തീരത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ഇടപെടലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞാൽ അറക്കപ്പൊടി ചേർത്തിട്ടുള്ള ചാക്കുകൾ തീരത്തിട്ട്, അതുപോലെ തന്നെ അഴികളിലും പൊഴികളിലും ഒക്കെ ബൂമുകൾ സെറ്റ് ചെയ്ത് ഏതെങ്കിലും വിധത്തിലുള്ള ഓയിലിന്റെ അംശം അതിഭീകരമായി പടരാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ നേരത്തെ എടുത്തിരുന്നു. ഇതോടൊപ്പം കടലിന് അടിയന്തര കണ്ടെയ്നറുകൾ കണ്ടെത്തുന്നതിന് ഇന്നു മുതൽ സോനാർ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. പോർബന്ദറിലെ വിശ്വകർമ്മ എന്ന സ്ഥാപനത്തിനാണ് ഇതിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. മറൈൻ എമർജൻസി റെസ്പോൺസ് ടീമുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളിൽ ഒന്നായിട്ടുള്ള വിശ്വകർമ്മ ഇന്നലത്തോടുകൂടി കമ്പനിയുമായി ഒരു അഗ്രിമെന്റ് വെച്ച് കപ്പലിനകത്തുള്ള വസ്തുക്കളും കപ്പലിൽ നിന്നുള്ള ഓയിലുകളും മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചുമതല അവർ ഏറ്റെടുത്തിട്ടുണ്ട്. ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ ഇന്ന് മുഖ്യമന്ത്രിയുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. കപ്പൽ അപകടത്തെ തുടർന്നുള്ള സ്ഥിതിഗതികൾ DG മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും. ജനം, തിരുവനന്തപുരം. അനധികൃത ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കൽ തുടരുന്നുവെന്നത് നിരാശാജനകമെന്ന് ഹൈക്കോടതി. എല്ലായിടത്തും ബോർഡ് വെക്കുന്നതല്ല നവകേരളമെന്നും കോടതി കുറ്റപ്പെടുത്തി. അനധികൃത ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കരുതെന്ന് പറയാൻ സർക്കാരിന് കഴിയുമോ എന്നും ഹൈക്കോടതി ചോദിച്ചു. ഫ്ലക്സ് ബോർഡ് നീക്കം ചെയ്യുന്നതിന്റെ നടപടി റിപ്പോർട്ട് സമർപ്പിക്കാൻ തദ്ദേശ വകുപ്പ് സെക്രട്ടറിക്കും കോടതി നിർദ്ദേശം നൽകി. സർക്കാരിന്റെ തലപ്പത്ത് ഇരിക്കുന്നവരുടേതാണ് സ്ഥാപിക്കപ്പെടുന്ന അനധികൃത ഫ്ലക്സ് ബോർഡുകളെന്നും അത് കാരണം നടപടിയെടുക്കാൻ കീഴുദ്യോഗസ്ഥർ ഭയക്കുന്നുവെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തുറന്നടിച്ചു. തന്റെ മുഖം ഫ്ലക്സ് ബോർഡിൽ വരരുതെന്ന് ഓരോരുത്തരും വിചാരിക്കണമെന്നും കോടതി ഓർമ്മിപ്പിച്ചു. മമതാ ബാനർജിക്കെതിരെ ആഞ്ഞടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അക്രമ രാഷ്ട്രീയത്തിൽ നിന്നും പ്രീണന രാഷ്ട്രീയത്തിൽ നിന്നും ബംഗാൾ മോചനം ആഗ്രഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബംഗാളിലെ ജനങ്ങളുടെ മനസ്സിൽ ജനാധിപത്യ വിശ്വാസം പുനഃസ്ഥാപിക്കുകയാണ് BJP പ്രവർത്തകരുടെ മുന്നിലെ പ്രധാന വെല്ലുവിളിയെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. साथियों, पश्चिम बंगाल को अब हिंसा की, तुष्टीकरण की, दंगों की, महिला अत्याचार की, घोटालों की राजनीति से मुक्ति चाहिए. अब पश्चिम बंगाल के सामने भाजपा का विकास मॉडल है. പാകിസ്ഥാനെ തകർക്കാൻ കരുത്തുണ്ടായിട്ടും ഭാരതം സംയമനം പാലിച്ചുവെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരരെ മാത്രമാണ് ലക്ഷ്യം വെച്ചത്. പാകിസ്ഥാനുമായി ഇനി ചർച്ചയില്ലെന്നും ഭീകരവാദത്തിനൊപ്പം നിന്നതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. ഡൽഹിയിൽ CII വാർഷിക ബിസിനസ് ഉച്ചകോടി ഉദ്ഘാടന പ്ലീനറിയിൽ സംസാരിക്കവെയാണ്
ഭീകരതയ്ക്കൊപ്പം നിന്നതിന് പാകിസ്ഥാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രതികരണം. പാകിസ്ഥാനെ തകർക്കാൻ ശക്തിയും പ്രാപ്തിയും ഉണ്ടായിട്ടും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഭാരതം സംയമനം പാലിച്ചു. ഭീകരതയ്ക്കെതിരെയാണ് നമ്മുടെ പോരാട്ടം. പാകിസ്ഥാനുമായി ഉഭയകക്ഷി ചർച്ച സാധ്യമല്ലെന്നും ഭീകരരെ വിട്ടുനൽകുന്നതും പാക് അധിനിവേശ ജമ്മു കശ്മീർ ഒഴിഞ്ഞു നൽകുന്നതും മാത്രമാണ് ചർച്ച ചെയ്യാനുള്ളതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. शक्ति और संयम इन दोनों का समन्वय का हमने दुनिया के सामने एक शानदार उदाहरण पेश किया है. हम और कुछ कर सकते थे, लेकिन संयम भी बरता है. तो शक्ति और संयम दोनों का एक शानदार उदाहरण हमने दुनिया के सामने पेश किया है. हमने पाकिस्तान के साथ अपने इंगेजमेंट और स्कोप ऑफ डायलॉग को रिकैलिब्रेट किया है. अब जब भी बात होगी केवल आतंकवाद पर बात होगी, पीओके पर बात होगी और किसी दूसरे मुद्दे पर पाकिस्तान के साथ बात नहीं होगी. പാക് അധിനിവേശ ജമ്മു കശ്മീർ ഭാരതത്തിന്റേതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ദേശീയ സുരക്ഷയ്ക്കും മേക്ക് ഇൻ ഇന്ത്യക്ക് പ്രാധാന്യമുണ്ടെന്ന് തെളിയിച്ചു. യുദ്ധവിമാനങ്ങളിലും മിസൈൽ സംവിധാനത്തിലും ഏറ്റവും അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ജനം, ഡൽഹി. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ലോകരാജ്യങ്ങളോട് വിശദീകരിക്കുന്നതിന്റെ ഭാഗമായി ഭാരതത്തിന്റെ പ്രതിനിധി സംഘം കുവൈറ്റിൽ സന്ദർശനം നടത്തി. ഭീകരതയ്ക്കെതിരെ ഭാരതത്തിന്റെ ഉറച്ച നിലപാട് ശക്തമായി ആവർത്തിച്ചുകൊണ്ടായിരുന്നു 2 ദിവസത്തെ സന്ദർശനം. സംഘം പൂർത്തിയാക്കി മടങ്ങിയത്. െതിരായ രാജ്യത്തിന്റെ നിലപാടിനുള്ള അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കാനും സൗഹൃദ രാജ്യങ്ങളുമായി ബന്ധം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് സർവകക്ഷി പാർലമെന്ററി സംഘം കുവൈറ്റിലെത്തിയത്. ഭീകരതയ്ക്കെതിരായ രാജ്യത്തിന്റെ ഏകകമാന നിലപാട് ആഗോള സമൂഹത്തിനു മുന്നിൽ ശക്തമായി പ്രതിപാദിച്ചുകൊണ്ടായിരുന്നു വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളടങ്ങിയ സംഘം സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയത്. BJP MP ബൈജയന്ത് പാന്തയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ നിഷികാന്ത് ദുബെ, അസറുദ്ദീൻ ഒവൈസി, ഗുലാം നബി ആസാദ്, രേഖ ശർമ്മ, സത്ന സിംഗ് സന്ധു, ഹർഷ് ശൃംഗള എന്നിവരും ഉൾപ്പെട്ടിരുന്നു. സന്ദർശനത്തിന്റെ ഭാഗമായി സംഘം കുവൈറ്റിലെ ഉപപ്രധാനമന്ത്രിയുമായി ഔപചാരിക കൂടിക്കാഴ്ച നടത്തി. ഭീകരതയ്ക്കെതിരെ ഇന്ത്യ സ്വീകരിച്ച ദൃഢവും വ്യക്തവുമായ നിലപാട് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യയുടെ ഈ നിലപാട് ഭരണകൂടം, മാധ്യമങ്ങൾ, പ്രവാസി സമൂഹം തുടങ്ങി എല്ലാ തലങ്ങളിലും ശക്തമായി പ്രകടമാക്കുകയായിരുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിന് കുവൈറ്റിലെത്തിയ സംഘം 250 വർഷത്തെ ഇന്ത്യ കുവൈറ്റ് സൗഹൃദം എന്ന പ്രദർശനം, മസ്ജിദുൽ കബീർ, കുവൈറ്റ് ടവർ തുടങ്ങിയ പ്രധാന സന്ദർശന കേന്ദ്രങ്ങളിലും എത്തി. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവാസികളുമായി സംവദിക്കുകയും മാധ്യമപ്രവർത്തകരുമായി പ്രത്യേക ചർച്ച നടത്തുകയും ചെയ്തു. ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നിലപാടിന് അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് നടത്തപ്പെട്ട ഈ സന്ദർശനം കുവൈറ്റിലെ പൊതുസമൂഹത്തിൽ ഊട്ടിയുറപ്പുള്ള പ്രതികരണം ഉണ്ടാക്കാൻ സാധിച്ചതായി സംഘം അറിയിച്ചു. ജനം, കുവൈറ്റ്. കൊടും കുറ്റവാളികൾക്കെതിരെ കടുത്ത നടപടി തുടർന്ന് യോഗി സർക്കാർ. 24 മണിക്കൂറിൽ 11 ഏറ്റുമുട്ടലിൽ 14 ഗുണ്ടകളാണ് പിടിയിലായത്. പോലീസിന് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറാകാത്ത കൊടും കുറ്റവാളികളെയാണ് ഓടിച്ചിട്ട് പിടിക്കുന്നത്. കനത്ത ഏറ്റുമുട്ടലിനൊടുവിലാണ് പല ഗുണ്ടാത്തലവന്മാരെയും പിടികൂടിയത്. സ്ത്രീകൾക്കെതിരായ അതിക്രമം, മോഷണം, പോലീസുകാരെ ആക്രമിക്കൽ തുടങ്ങിയ കേസുകളിലെ പ്രതികളെയാണ് എൻകൗണ്ടറിലൂടെ കീഴ്പ്പെടുത്തിയത്. ലക്നൌവിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതികളായ കമൽ കിഷോർ, ബാദർ എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഗാസിയാബാദിൽ പോലീസ് കോൺസ്റ്റബിളിനെ വധിച്ച അബ്ദുൾ റഹ്മാൻ എന്ന ഗുണ്ടയെ എൻകൗണ്ടറിലൂടെ പിടികൂടി. അതിനിടെ ഹാപ്പൂരിൽ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ലോറൻസ് ബിഷ്ണോയിയുടെ സംഘത്തിലുള്ള നവീൻ കുമാർ എന്ന ഗുണ്ട കൊല്ലപ്പെട്ടു. യോഗി അധികാരത്തിലേറിയ 2017 മാർച്ച് മുതൽ ഇതുവരെ 223 കൊടും ക്രിമിനലുകളെ എൻകൗണ്ടറിലൂടെ കൊലപ്പെടുത്തി. 20,221 കുറ്റവാളികളെ ജയിലിലടയ്ക്കുകയും ചെയ്തു. ജനം, ഡൽഹി. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ വടക്കുകിഴക്കൻ മേഖല വികസനത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുൻപൊരിക്കലുമില്ലാത്ത വിധം വൻ നിക്ഷേപങ്ങൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. സിക്കിം സംസ്ഥാന രൂപീകരണത്തിന്റെ 50ാം വാർഷികത്തിൽ വെർച്വൽ മാർഗം പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. 1975 മെയ് 16-നാണ് ഭാരതത്തിന്റെ 22ാമത്തെ സംസ്ഥാനമായി സിക്കിം നിലവിൽ വന്നത്. ഹിതപരിശോധനയിൽ ഭൂരിപക്ഷം ജനങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ അഭിപ്രായപ്പെട്ടതോടെ രാജഭരണം അവസാനിച്ച് സംസ്ഥാനം രൂപപ്പെടുകയായിരുന്നു. ഇതിന്റെ 50ാം വാർഷികാഘോഷത്തിലാണ് പ്രധാനമന്ത്രി വെർച്വൽ മാർഗം പങ്കെടുത്തത്. നേരിട്ട് പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി ഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചെങ്കിലും മോശം കാലാവസ്ഥയെ തുടർന്ന് ഇടയ്ക്ക് യാത്ര റദ്ദാക്കുകയായിരുന്നു. കഴിഞ്ഞ 50 വർഷം കൊണ്ട് പുരോഗതിയുടെ മാതൃകയായി സിക്കിം മാറിയെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. सिक्किम
आज देश का गर्व है। इन 50 वर्षों में सिक्किम प्रकृति के साथ प्रगति का मॉडल बना, बायोडायवर्सिटी का बहुत बड़ा बगीचा बना, 100% ऑर्गेनिक स्टेट बना, कल्चर और हेरिटेज की समृद्धि का प्रतीक बनकर सामने आया। പാവങ്ങൾ, സ്ത്രീകൾ, കർഷകർ, യുവാക്കൾ എന്നീ 4 തൂണുകളിലാകും വികസിത ഭാരതം കെട്ടിപ്പൊക്കുകയെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. 750 കോടി രൂപ മുടക്കി നിർമ്മിച്ച 500 കിടക്കകളുള്ള ആശുപത്രിയും റോപ്പ് വേയും പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. ഗാംഗ്ടോക്കിൽ സ്ഥാപിച്ച മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രതിമാ അനാച്ഛാദന കർമ്മവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. ജനം, ഡൽഹി. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. 8 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. നാളെ ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട്. അടുത്ത 5 ദിവസം കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. പശ്ചിമ ബംഗാൾ, ബംഗ്ലാദേശ് തീരത്തിന് സമീപം സ്ഥിതി ചെയ്തിരുന്ന അതിതീവ്ര ന്യൂനമർദ്ദം കരയിൽ പ്രവേശിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങി തീവ്ര ന്യൂനമർദ്ദമായി മാറാനാണ് സാധ്യത. കണ്ണൂരിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അംഗനവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കുമളിക്ക് സമീപം മരം വീണ് ലോറിയിൽ കുടുങ്ങിയ യുവാവ് മരിച്ചു. കോട്ടയം ചങ്ങനാശ്ശേരി കുറിച്ചി സ്വദേശി ശ്രീജിത്ത് മനോജാണ് മരിച്ചത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ക്യാബിൻ വെട്ടിപ്പൊളിച്ച് ശ്രീജിത്തിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തടി കയറ്റി വന്ന ലോറിക്ക് മുകളിൽ മരം വീണാണ് അപകടം ഉണ്ടായത്. ആലപ്പുഴ ജില്ലയിൽ വീണ്ടും മഴ കനത്തു. താഴ്ന്ന ഇടങ്ങളിൽ വെള്ളം കയറി. കടൽക്ഷോഭവും രൂക്ഷം. കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. ആലപ്പുഴ ജില്ലയിൽ പരക്കെ മഴയും കാറ്റും ശക്തമായതോടെ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. പുഴകളിലും ജലനിരപ്പ് ഉയരുകയാണ്. കുട്ടനാട്, അപ്പർ കുട്ടനാടൻ മേഖലകളിലാണ് വെള്ളക്കെട്ടുകൾ ദുരിതം വിതയ്ക്കുന്നത്. തലവടി, കൈനകരി, പുളിങ്കുന്ന്, ചമ്പക്കുളം ഭാഗങ്ങളിലാണ് വെള്ളപ്പൊക്ക ദുരിതം രൂക്ഷം. ഗ്രാമീണ റോഡുകളും വെള്ളത്തിലായി. ശക്തമായ കാറ്റിൽ മരങ്ങളും വൈദ്യുതി തൂണുകളും വ്യാപകമായി നിലംപൊത്തി. കരകൃഷിയടക്കം വെള്ളം കയറി നശിക്കുന്ന സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം കാവാലം, കൈനകരി കൃഷിഭവൻ പരിധികളിൽ പാടശേഖരങ്ങളിൽ മടവീഴ്ചയുണ്ടായിരുന്നു. ഇതേസമയം തീരദേശ മേഖലയും ദുരിതത്തിലാണ്. ശക്തമായ കടൽഭിത്തി ഇല്ലാത്തതിനാൽ കടൽ കരയിലേക്ക് ഇരച്ചു കയറുകയാണ്. നിരവധി വീടുകളാണ് അപകടാവസ്ഥയിലുള്ളത്. തീരത്ത് കിടന്ന ഒരു 10-15 തെങ്ങും ഇതെല്ലാം ഈ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും എല്ലാം ഇത് കാണുന്നുണ്ട്. അവരിത് ചലിക്കുന്നില്ല. കാര്യം ഞങ്ങളെ എങ്ങനെയെങ്കിലും ഈ ഇവിടുന്ന് ഒഴിപ്പിച്ചിട്ട് അവർ ഈ റിസോർട്ടുകൾക്കും മറ്റും കുത്തക മുതലാളികൾക്കും കൊടുക്കാനാണ് അവർ നോക്കുന്നത്. ഞങ്ങളിപ്പോൾ ഈ പാവപ്പെട്ടവൻ ഈ കടലിൽ പോയി ഒരു നേരത്തെ അന്നം തേടിക്കൊണ്ട് വരുന്ന ഞങ്ങളുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഭവനം ഇഞ്ഞ് വെക്കണമെന്നുണ്ടെങ്കിൽ 25-30 ലക്ഷം രൂപയാവും. ഞങ്ങൾക്കൊരു 1000 രൂപ വരെ എടുക്കാൻ നിവൃത്തിയില്ലാത്തൊരു സമയമാണ്. അപ്പം ഞങ്ങളിട്ടുണ്ട് ഇവരെല്ലാവരും ഈ അവരെ ആവശ്യത്തിനനുസരിച്ച് ഞങ്ങളിട്ടുണ്ട് തുള്ളിക്ക് ഞങ്ങളുടെ വോട്ട് മാത്രം മതി. ഈ തീരത്തുള്ളവർ കാണാൻ പോകുന്നത് ഞങ്ങൾ ഒന്നടങ്കം വോട്ട് ബഹിഷ്കരിക്കും. വോട്ട് ബഹിഷ്കരിച്ചില്ലെങ്കിൽ ശരിയാകത്തില്ല. ഞങ്ങളെല്ലാവരും വോട്ട് ബഹിഷ്കരിക്കാൻ വേണം. കാര്യം ഇവർക്ക് ഞങ്ങളുടെ വോട്ട് മതി, വേറെ ഒന്നും ഇവർക്ക് ആവശ്യമില്ല. ഞങ്ങളെ ഈ മത്സ്യത്തൊഴിലാളികൾ ഈ തീരത്ത് ഈ കടലും കായലുമായിട്ട് 200 മീറ്റർ അകലം വരെയില്ല. ഇതെങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടിട്ട് ഇവർ റിസോർട്ടുകൾക്ക് വിൽക്കാനുള്ള പ്ലാനാണ് ഇവർ. ഇന്നലെ എമർജൻസി സ്റ്റോൺ എന്ന നിലയ്ക്ക് ചിലയിടങ്ങളിൽ പാറയിറക്കിയെങ്കിലും കടൽക്ഷോഭം നാശം വിതയ്ക്കുകയാണ്. ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ, പുറക്കാട്, വണ്ടാനം, പുന്നപ്ര, ഒറ്റമശ്ശേരി ഭാഗങ്ങളിലാണ് കടൽക്ഷോഭം രൂക്ഷം. ജനം, ആലപ്പുഴ. വനിതാ വികസന കോർപ്പറേഷൻ MD VC ബിന്ദുവിന് പുനർനിയമനം.
CPM നേതാവ് PK ചന്ദ്രാനന്ദന്റെ മകൾ ബിന്ദുവിനാണ് പുനർനിയമനം നൽകിയത്. KMML ഡെപ്യൂട്ടി ജനറൽ മാനേജറായിരുന്നു ബിന്ദു. അതേസമയം കോടിയേരിയുടെ ഭാര്യ സഹോദരന് നിയമനമില്ല. SR വിനയകുമാറിനെ കഴിഞ്ഞ ദിവസം പുറത്താക്കിയിരുന്നു. കെൽപ്പാമിലെ MD ആയിരുന്നു വിനയകുമാർ. KMML നിന്നും ഡെപ്യൂട്ടി ജനറൽ മാനേജറായി വിരമിച്ച VC ബിന്ദുവിനാണ് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനിൽ MD ആയി പുനർനിയമനം നൽകിയത്. CPMന്റെ ആലപ്പുഴയിലെ പ്രമുഖ നേതാവായിരുന്ന അന്തരിച്ച PK ചന്ദ്രാനന്ദന്റെ മകളാണ് ബിന്ദു. പുനർനിയമനത്തിൽ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും എതിർപ്പുണ്ടായിരുന്നെങ്കിലും പിന്നീട് ആലപ്പുഴയിലെ നേതാക്കന്മാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങുകയായിരുന്നു. അതേസമയം അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ സഹോദരൻ SR വിനയകുമാറിന് വ്യവസായ വകുപ്പിൽ നിയമനം നൽകിയില്ല. കെൽപ്പാം MD ആയിരുന്ന വിനയകുമാർ ചെയർമാന്റെ അഴിമതി ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്നാണ് സ്ഥാപനത്തിൽ നിന്നും പുറത്തായത്. ചെയർമാന്റെ അഴിമതിയെപ്പറ്റി അന്വേഷിക്കുകയാണെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഒരംഗത്തിന്റെ പങ്ക് പുറത്തുവരുമെന്നത് വിനയകുമാറിന് വിനയാവുകയായിരുന്നു. വിനയകുമാറിനെ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഇരുത്താതെ അദ്ദേഹത്തിന്റെ മാതൃവകുപ്പായ ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലേക്ക് മടങ്ങിപ്പോകാൻ നിർദ്ദേശിച്ചു. സർവീസിൽ നിന്നും വിരമിച്ച ബിന്ദുവിന് പുനർനിയമനം നൽകുകയും സർവീസിലുള്ള വിനയകുമാറിനെ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്തത് ഇരട്ട നീതിയാണെന്ന ആക്ഷേപമുണ്ട്. ബിന്ദുവിന് ഇരിപ്പിടം നൽകിയതും വിനയകുമാറിന് ഇരിപ്പിടം നിഷേധിച്ചതും വ്യവസായ മന്ത്രി P രാജീവാണെന്നത് യാദൃച്ഛികമല്ല. അനിൽ നമ്പ്യാർ, ന്യൂസ് ഡെസ്ക്, ജനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്തേ.